ടു സ്വാതി സ്ക്രീൻ ടോക്ക്. അപ്പോൾ ഗൈസ്, ഒരുപാട് നാളിന് ശേഷമാണ് വന്നത്. ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയാനായിട്ട് സെറ്റ് ചെയ്ത് ചാനലൊക്കെ സെറ്റ് ആക്കിയിട്ട് സമയമില്ലാതെ പോയി. അതായത് അഗ്നി പരീക്ഷ തുടങ്ങി 2-3 റിവ്യൂ പറഞ്ഞപ്പോഴേക്കും പിന്നെ എക്സാമൊക്കെ വന്ന് കുറച്ച് ബിസി ആയിപ്പോയി. സോ ഫൈനലി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കൊക്കെ വന്നുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. കുറച്ച് ദിവസമായിട്ട് ഇന്നലെയാണ് മൊത്തം എപ്പിസോഡ് കണ്ടു തീർത്തത്. അല്ലാതെ കാണാതെ ചുമ്മാ അവിടെ ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേറെ ആരുടെ റിവ്യൂസ് ഒന്നും എന്തെങ്കിലും ഞാൻ കാണാറില്ല. സോ അതുകൊണ്ട് ഞാൻ കണ്ട് ബോധ്യപ്പെട്ട് ഞാൻ എൻ്റേതായ കാര്യങ്ങളായിട്ട് പറയാനായിട്ട് വന്നിരിക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഓരോ ഘട്ടങ്ങളും എനിക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകപ്പാടെ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ഔട്ട്ലൈന് എനിക്ക് കണ്ടിട്ട് വളരെ തരത്തിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ, എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത തോന്നിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ വന്നേക്കണേ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഫസ്റ്റ് സംഭവം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ 3-ാമത്തെ എപ്പിസോഡ് തൊട്ട് തുടങ്ങിക്കുന്ന സംഭവമാണ് എവിക്ഷൻ. എവിക്ഷൻ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വന്നിക്കാണ്. സോ എവിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിക്റ്റഡ് ആക്കണ ഒരാളെന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ തുടർന്ന് പോകാൻ യോഗ്യതയില്ലാത്ത ഒരാളെയാണ് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ 3 എപ്പിസോഡിൽ 3-ാമത്തെ എപ്പിസോഡ് തൊട്ട് നമ്മൾ എന്താണ് എവിക്ഷൻ പ്രക്രിയ തുടങ്ങി. അതിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ 20 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് എപ്പിസോഡിൽ 20 പേരെ, ബാക്കി 20 പേരെ എപ്പിസോഡ് ചെയ്ത് മൊത്തം 40 പേരെയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നത് 3-ാമത്തെ എപ്പിസോഡിലാണ്. ഈ 3-ാമത്തെ എപ്പിസോഡിൽ തന്നെ 4 പേര് അങ്ങോട്ട് എവിക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അത് എനിക്ക് തോന്നിയതാണോ അതോ ഗൈസ് നിങ്ങൾക്കും തോന്നിയതാണോ എന്ന് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ ആരുടെയും ഒപ്പീനിയൻ കേട്ടിട്ട് പറഞ്ഞല്ല, എനിക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ ബി ഹോണസ്റ്റ് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനായിട്ട് തോന്നിയത്. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ ഇവർ ഇത്ര ഓഡിഷൻസ് പർപ്പസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഈ അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞ് ഇത്രയും 40 പേര് അങ്ങോട്ട് കൊണ്ടുവന്നത്? കാരണം 3-ാമത്തെ എപ്പിസോഡ് ചിലപ്പോൾ ഈ 20 ആയക്കണ ആൾക്കാർ പോലും, അതായത് 4 പേര് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ, ഈ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പോയേക്കണ ആൾക്കാർ ചിലപ്പോൾ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഴിവ് ശരിക്കും പറയാനുള്ള സമയം കിട്ടിയോ? ഇതിൽ ജഡ്ജസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾ അതായത് ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിപ്പിക്കാൻ നോക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസാരിക്കാൻ നേരത്ത് കൂടുതൽ സമയമായി കഴിഞ്ഞാൽ ഇവർ മണിയടിക്കും. കൂടുതൽ പറയാൻ പറഞ്ഞാൽ ജഡ്ജസ് നേരത്തെ അല്ല, ഇപ്പോഴത്തെ ഫസ്റ്റ് ടൈമാണ് നമുക്കറിയാവുന്നത് അഗ്നി പരീക്ഷ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. സോ ജഡ്ജസ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, അവർ ഭയങ്കര ദേഷ്യപ്പെട്ട്, അവർ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര വെറുപ്പീരായിട്ടുള്ള ജഡ്ജസുകളാണ്, ചുമ്മാ പേടിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളത് അവരെന്തെങ്കിലും പറയുന്നത് അവരെന്തെങ്കിലും, അതായത് കണ്ടസ്റ്റൻസ് എന്തെങ്കിലും പറയുന്നത് വേണ്ട, നോ മോർ എക്സ്പ്ലനേഷൻ, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് എപ്പോൾ സംസാരിക്കാൻ കിട്ടും? അപ്പോൾ അതൊക്കെ ഒരു റീസണാണ്. അതായത് ഇടിച്ച് കയറി സംസാരിക്കാൻ, ഓവറായിട്ട് സംസാരിക്കുമ്പോഴുള്ള ഓവറായിട്ട് സംസാരിച്ച് അപ്പം തന്നെ ഇവർ മണിയടിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ടൈം കൊടുക്കാതെ ഇവരെക്കുറിച്ച് എന്തറിയാൻ പറ്റും? അതിൽ പോയേക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളതൊക്കെ മിനിമം ഒരാഴ്ചയെങ്കിലും നിർത്തിയിട്ട് ഈ എവിഷൻ പ്രോസസ്സ് കുറച്ച് സ്പീഡാക്കിയാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് വന്ന പാടി തന്നെ കുറേ പേരെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവരെ ഒന്നും നമ്മുടെ മലയാളികൾക്ക് ഓർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി കളഞ്ഞിട്ട് പോയി. എന്തോരം സ്വപ്നങ്ങളോടുകൂടി വന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഒരുപാട്, അതായത് എന്തായാലും അഗ്നിപരീക്ഷയിൽ പിടിച്ചിരിക്കണം എന്നുള്ള ഒരു സെറ്റപ്പിൽ വരുന്ന ആൾക്കാരായിരിക്കും എന്തായാലും. പക്ഷെ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മറ്റേ എവിക്റ്റഡായി പോകുമെന്ന് വിചാരിച്ച ഒറ്റ ആൾക്കാരുണ്ടാവില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നി. കാരണം അവർ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ഇത്രയും പേര്, അതായത് ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ അവരെ അത്രയും ലെവലിലേക്ക് വന്നിട്ട് 1-2 എപ്പിസോഡിൽ മുഖം പോലും നമുക്ക് കാണാൻ പറ്റില്ലാത്ത രീതിയിൽ കൊണ്ടുപോയി കളഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ല അഭിപ്രായമുണ്ട്. ഇപ്പോഴും ചിലവർക്ക് ഞാൻ പറയട്ടെ, ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അവർ സെലക്ട് ചെയ്യുന്ന പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലെ തന്നെയാണ് ഫിസിക്കലി ഫിറ്റായിട്ട്. അതിനൊരു ക്വാളിഫിക്കേഷൻ അവർ പറയുന്നില്ല. അതായത് ഫിസിക്കലി ഫിറ്റായത്, അല്ലെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഹൈറ്റോ അല്ലെങ്കിൽ 50 kg അങ്ങനെ വെയിറ്റോ അങ്ങനെയൊന്നും അവർ പറയുന്നില്ല.
അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് വേണ്ടത്. അതായത് ചിലവർ സൈലൻ്റ് ആയിരിക്കും, ചിലവർ തീരെ മറ്റേ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ വിളിക്കും, ചിലവർ നല്ല ദേഷ്യമുള്ളവർ വിളിക്കും. അങ്ങനെ ബിഗ് ബോസിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസും വ്യത്യസ്തമുള്ള സ്വഭാവങ്ങളുള്ളവരായിരിക്കും. അവരൊക്കെ ഒരു ഹോസിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അതാണ് ബിഗ് ബോസിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസിനെ കൊണ്ടുവരിക, പ്രോഗ്രസീവായിട്ടും ജനങ്ങളെ ചിന്തിപ്പിക്കുക, അങ്ങനെ ഒരു രീതിയിലാണ് ബിഗ് ബോസ് തന്നെ ഒരു ഫ്ലോർ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ് നമ്മൾ കണ്ടേക്കണം, നമുക്കറിയാവുന്നത്. പക്ഷെ അങ്ങനെയുള്ള രീതിയിൽ ചിലവരെന്താ പറയുക, ചില കണ്ടസ്റ്റൻസ് പെട്ടെന്ന് മിങ്കിൾ ചെയ്യണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ ഫസ്റ്റ് ടൈം ചെല്ലും. ചില കുട്ടികൾ ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർ അവരുടെ കംഫോർട്ട് സോണിലായിരിക്കും സെറ്റ് ആവുന്നത്. അവർക്ക് കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് തന്നെ മിങ്കിളാവില്ല. ചില പിള്ളേർ അങ്ങനെയല്ല, പെട്ടെന്ന് സംസാരിച്ച് എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനി കിട്ടും. പക്ഷേ ഈ മിണ്ടാതിരിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നീട് ചെല്ലുമ്പോൾ ഭയങ്കര സംസാരവും പ്രശ്നങ്ങളായിട്ടൊക്കെ വന്ന ഒരാൾക്കാർ. അവർക്ക് ആ കംഫോർട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവർ ഓക്കെയാണ്, അങ്ങനെയുള്ളത്. പക്ഷെ ടൈം എടുക്കും. പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് ജീവിതകാലം മൊത്തം സമയം കൊടുക്കാനൊന്നും പറ്റില്ല, ശരി, സംബന്ധിച്ച് ലിമിറ്റഡ് സമയമാണ്. പക്ഷെ എന്നാലും അവർ ശരിക്കും ഒന്നും അറിയാതെ കിട്ടുന്നത് എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. അത് ഭയങ്കര വൃത്തിയായിട്ട പരിപാടി പോയി. ഞാൻ നന്നായിട്ട് പറഞ്ഞു, കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ട പരിപാടി പോയി. അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മിങ്കിളാവണേ, എപ്പോഴും എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണേ, എപ്പോഴും ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചിരിക്കണേ, അങ്ങനെ ഒരു രീതിയിലുള്ള ആൾക്കാരെ ഇവർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് പേര് ചിലപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് കുറച്ച് ചാൻസ് തന്നെ ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും, ഇത് നമ്മുടെ സ്പേസ് അല്ല, നമുക്ക് മറ്റുള്ള ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവർക്കാണ് സംസാരിക്കാനുള്ള സ്പേസ്. അപ്പോൾ അത് റെസ്പെക്ട് ചെയ്യണം എന്ന് പുറകിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് സ്പേസ് കൊട്ടക്കണം, അങ്ങനെയുള്ള രീതിയിലാണ് എനിക്ക് തോന്നിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം, അതായത് ഒരുപാട് സമയം നമുക്കിപ്പോൾ അവരെ മൊത്തത്തിൽ നിർത്തിയിട്ട് അവസാനം എല്ലാവരും ഔട്ട് ഇടാനൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരെ അവരെ ഒന്നും എന്താ പറയുക, കുറച്ച് നേരം ഒരാഴ്ചയെങ്കിലും പിടിച്ച് നിർത്തിയിട്ട് ജസ്റ്റ് അവരെ എവിക്ഷൻ ചെയ്യാനും കൂടുതൽ പേരെ എവിക്ഷൻ ചെയ്ത് വിട്ടാലും അത്ര പ്രശ്നമില്ല. അപ്പം എന്താണെന്ന് അറിയാനും പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും. അവർക്കൊന്നും പറയാതെ, അതായത് അവരെക്കുറിച്ചൊന്നും ജസ്റ്റ് വന്ന് ഞാൻ ഇതാണ് ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ട്, ഞാൻ ഈ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, ഇത് മാത്രം പറഞ്ഞിട്ട് പോയമാനൊരു സംഭവം. പിന്നെ ടാസ്കിൻ്റെ ബേസിസിൽ അല്ലാതെ പറഞ്ഞാലും ഈ ടാസ്ക് ചെയ്യുന്നതിനോട് മാത്രമൊന്നും അവരെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. പേഴ്സണലി അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കുറച്ചുകൂടി നാൾ പിടിച്ചു നിർത്തണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്. അധികം നാളൊന്നും വേണ്ട, ഒരാഴ്ചയെങ്കിലും പിടിച്ചു നിർത്തും, ഒരു 7 ദിവസമെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് എവിക്ഷൻ ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായം. അല്ലാതെ ഇത് ഒരു 3 ദിവസത്തെ ഗ്യാപ്പ്, 2 ദിവസം 3ാമത്തെ എപ്പിസോഡിൽ തന്നെ പലരെ എവിക്ഷനായിട്ട് ചെയ്ത് അവരെ എന്ത് സമാധാനമുണ്ട്? എന്തായാലും അത് വളരെ എന്താ പറയുക, ഭയങ്കര മോശമായിപ്പോയി. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അവർ ഒരുപാട് സ്വപ്നങ്ങളോട് വളർന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ വരികയാണെങ്കിൽ ഇവർ ആദ്യമേ തന്നെ ഓഡിഷനിൽ എടുക്കരുതായിരുന്നു. എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുങ്ങളെ കഷ്ടപ്പെട്ട് വരുന്നത്? ഇതൊരു കഷ്ടപ്പെട്ടിട്ടായിരുന്നു. ചിലവരൊക്കെ കടം വാങ്ങിച്ചിട്ടായിരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അത് വളരെ മോശമായിട്ട് പോയിട്ട് എനിക്കൊരു ഇതാണ്. അതുകൊണ്ട് എനിക്ക് നടന്ന എഫിഷ്യൻസ് ഒക്കെ അത്ര ഒരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് സത്യമായിട്ട് അൺഫെയർ ആയിട്ടാണ് തോന്നിയത്. എൻ്റെ പേഴ്സണലി അഭിപ്രായം. എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ, നല്ല സങ്കടമായി അത്. കാരണം ആ ലെവൽ വരെ എത്തണതൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും. സോ ഇവർ തന്നെ അവർ സെലക്ട് ചെയ്ത ആൾക്കാരാണ്. എന്നിട്ട് കുറച്ച് ചാൻസെങ്കിലും അവരെ നോക്കാതെ എന്നിട്ട് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വരും, നിങ്ങൾക്ക് ഇതിലും നല്ല ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? വിഷമിക്കാനുള്ളവർ വിഷമിക്കുന്നില്ലേ? അപ്പോൾ അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവരുടെ പേഴ്സണലി മനസ്സിലാക്കാനുള്ള ഒരു ഫിസിക്കലി സെറ്റപ്പുള്ള രീതിയിലാണ് ടാസ്കുകൾ കൊടുത്തത്. കൂടുതലായിട്ട് പേഴ്സണലി മനസ്സിലാക്കാനുള്ള സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ടാസ്കുകൾ എന്തെങ്കിലും കൊടുത്താലാണ് കുറച്ചുകൂടി പേഴ്സണലി, അതായത് ഒറ്റയ്ക്ക് അവർ സെൽഫായിട്ട് ഇൻഡിവിജ്വലി നിൽക്കുമ്പോൾ എന്തോരം പെർഫോം ചെയ്യണമെന്നൊക്കെ മനസ്സിലാകാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ ഒരു സ്കിൽസ് ഉണ്ടെന്ന് മനസ്സിലാവണം. എല്ലാം നോക്കിയിട്ടല്ല ബിഗ് ബോസിൽ ടാസ്കിൻ്റെ അവസാനത്തിൽ മാത്രമല്ല എടുക്കണമെന്ന് ഇവർ നായ്ക്ക് 40 വട്ടം പറഞ്ഞാൽ. അപ്പോൾ സോ അതുകൊണ്ട് അങ്ങനെയും കൂടി ഒരു സ്പെഷ്യൽ ഒരു ടാസ്ക് കൊടുത്തിട്ട് വേണമായിരുന്നു ഇത് ചെയ്യേണ്ടത്. ഒരു മിനിമം ഒരാഴ്ചയെങ്കിലും നിർത്തണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇനി ഇതിൻ്റെ പേരിൽ എന്നെയും ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞ ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നു.
ഇപ്പോൾ ഈ ഇടയായിട്ട് ഓരോ ടോപ്പിക്കൊക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയാനൊക്കെ പറയുന്നത് അത് നല്ല കാര്യമാണ്. പക്ഷെ അതുപോലെ അവർക്കൊരു ചാൻസ് കൊടുക്കുമ്പോൾ കുറച്ച് അവർക്ക് ചിലർക്ക് ടാസ്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലതായിട്ടുള്ള കഴിവുകൾ അവരുടെ പേഴ്സണാലിറ്റി അത് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു. അതൊക്കെ അവർക്ക് നിഷേധിച്ചു. അവരുടേതായ അനുഭവങ്ങൾ പറയാനുണ്ടാവും. എന്തോ ഒരു ജനങ്ങൾക്ക് ഇൻസ്പിറേഷനാണ്. ഇതിന് മുമ്പുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഓരോ ലൈഫും കാണുമ്പോൾ നമുക്കും തോന്നിയിട്ടുണ്ട് നമ്മളും അതുപോലെയൊക്കെ എത്തും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അറിയാനും ഒരു ആഗ്രഹം, അതുപോലെ തന്നെ അത് കേൾക്കാനും നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരെല്ലാം നശിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ഇവർ പെട്ടെന്ന് തന്നെ അവരെ പറഞ്ഞിട്ടത് എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു സുഖമില്ലാതായി പോയത് കുറച്ച് പേര്, അത് വല്ലാത്തൊരു വിഷമമായി. എന്തായാലും ഇനി ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പയ്യെ ഓരോന്ന് തന്നെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ബൈ ബൈ.